വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യ വേറിട്ട അനുഭവമാണ് എന്നും സമ്മാനിക്കുക. ഓണത്തിനെ കുറിച്ച് എന്താണ് ആദ്യം ഓർമ്മ വരുന്നതെന്ന് മലയാളികളോട് ചോദിച്ചാൽ ഓണസദ്യ എന്ന് തെല്ല് സംശയമില്ലാതെ അവർ പറയും. എന്നാൽ ഓരോ നാട്ടിലും വ്യത്യസ്തതയോടെയാണ് ഓണസദ്യ ഉണ്ടാക്കുന്നത്. ഓണസദ്യ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തുന്നത് പായസമാണ്. പായസമില്ലാതെ എന്ത് സദ്യ? അത്തം തുടങ്ങുമ്പോൾ തന്നെ തുടങ്ങുന്ന ഒരുക്കങ്ങളുടെ കലാശക്കൊട്ടാണ് തിരുവോണനാളിലെ ഓണസദ്യ. വീട്ടുകാരും കൂട്ടുകാരും ബന്ധുക്കളും എല്ലാം ചേർന്ന് ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ഓണസദ്യ വേറിട്ട അനുഭവമാണ് എന്നും സമ്മാനിക്കുന്നത്. വിശാലവും വിഭവസമൃദ്ധവുമായ ഓണസദ്യ വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കുന്നത് പോലും. എരിവ്, പുളിപ്പ്, ഉപ്പും മധുരം, കയ്പ്, ചവർപ്പ് എന്നീ 6 രസങ്ങളും ചേർന്ന സദ്യയിൽ അവിയലും സാമ്പാർ, പരിപ്പ്, എരിശ്ശേരിയും 4 കൂട്ടം ഉപ്പിലിട്ടതും പപ്പടം, പായസം തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട വിഭവങ്ങൾ. ഓണസദ്യ വിളമ്പുന്നതിനും ഉണ്ണുന്നതിനുമെല്ലാം അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുമുണ്ട്. തൊട്ടുകൂട്ടാനുള്ളതും ചാറുകറിയും കൂട്ടുകറിയും സദ്യയിൽ വേണം. ഓണസദ്യയുടെ കാര്യത്തിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ചില വ്യത്യാസങ്ങളുണ്ട്. തെക്കായാലും വടക്കായാലും ഓണസദ്യക്ക് കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. ഈ 3 വിഭവങ്ങൾ മലയാളിയുടെ ഇലയിൽ പ്രധാനമാണ്. സദ്യയിൽ അവിയലിനും സാമ്പാറിനും 2ാം സ്ഥാനമാണുള്ളത്. സദ്യയുടെ കാര്യത്തിൽ പക്ഷേ ഓരോ ജില്ലയിലും വ്യത്യസ്തമാണ്. തെക്കായാലും വടക്കായാലും ഓണസദ്യക്ക് കാളൻ, ഓലൻ, എരിശ്ശേരി എന്നിവയാണ് പ്രധാന വിഭവങ്ങൾ. ഈ 3 വിഭവങ്ങൾ മലയാളികളുടെ ഇലയിലും പ്രധാനമാണ്. ഇത് 3ഉമില്ലാതെ എന്തോണം? എങ്കിലും ഓരോ ജില്ലകളിലും വ്യത്യസ്തമായിട്ടായിരിക്കും ഇവ 3ഉം തയ്യാറാക്കുന്നത്. എന്നിരുന്നാലും കോഴിക്കോട്ടുകാർക്ക് കാളൻ ഒഴിവാക്കി ഒരു ഓണസദ്യ ഇല്ല എന്ന് തന്നെ പറയാം. സദ്യയിൽ അവിയലിനും സാമ്പാറിനും 2ാം സ്ഥാനമാണുള്ളത്. തെക്കൻ കേരളത്തിൽ അവിയലിന് പ്രാധാന്യമുണ്ടെങ്കിലും അവിടെയും സാമ്പാർ പിന്തള്ളപ്പെടുകയാണ്. എന്നാൽ ഇന്ന് ഓരോ മലയാളിയും സാമ്പാറില്ലാതെ എന്ത് ഓണസദ്യ എന്ന് ചോദിക്കും. ഓണത്തിന് വൈവിധ്യമാർന്ന പലതരത്തിലുള്ള വിഭവങ്ങൾ നമുക്ക് തീന്മേശയിൽ ഉണ്ടാകും. അത് വിളമ്പുന്നതിനുമുണ്ട് ചില ക്രമങ്ങൾ. അച്ചാറുകൾ, തോരൻ, പച്ചടി, കാളൻ, അവിയൽ എന്നിങ്ങനെ ഇടത്തുനിന്നും വലത്തോട്ടാണ് വിളമ്പുന്നത്. ഇടതുഭാഗത്ത് ഉപ്പേരി, ശർക്കര, ഉപ്പേരി, വറ്റൽ എന്നിവ വിളമ്പും. തെക്കൻ കേരളത്തിലെ സദ്യയുടെ രീതി ഇങ്ങനെയാണ്. കുത്തരിച്ചോറാണ് സദ്യക്ക് വിളമ്പാറ്. ആദ്യം പരിപ്പും നെയ്യും ചേർത്തും പിന്നെ പുളിശ്ശേരി, സാമ്പാർ എന്നിങ്ങനെ ക്രമത്തിൽ ഒഴിച്ചാണ് ചോറുണ്ണുക. വിളമ്പുന്നത് ക്രമത്തിലാണെങ്കിലും ആസ്വദിച്ച് സദ്യ കഴിക്കുന്നവർ ക്രമമൊന്നും നോക്കാറില്ല എന്നതും വാസ്തവം.